ഹലോ ഗായ്സ്, നല്ല രീതിയിൽ സ്കിൻ ബ്രൈറ്റൻ ആവാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള പാക്കാണ് ഇത്. ബ്രൈറ്റൻ ആവുന്നത് ഉപരി നമ്മുടെ സ്കിന്നിന് നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിമ്പിൾസിൻ്റെ മാർക്ക്, ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ, ഓപ്പൺ പോഴ്സ്, ഇതൊക്കെ റെഡ്യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കുന്നതിന് സഹായിക്കുന്നതാണ്. അതുപോലെ അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോണൊക്കെ മാറ്റി നല്ല രീതിയിലുള്ള സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് മനസ്സിലാവുള്ളൂ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്ര7. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീണ്ടും നമ്മളൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ചും കൂടി ഈസിയാണ്, കാരണം നമ്മുടെ വീട്ടിലുള്ള 3 സാധനങ്ങൾ വെച്ചിട്ട് മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് ഈ പാക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സാന്ദ്ര, ഞാനൊരു ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മൾ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുക്കുന്നത് ഒരു പഴമാണ്. ഞാനിവിടെ എടുക്കുന്ന രസകദളി പഴമാണ് എടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് വേണോ ഉപയോഗിക്കാവുന്നതാണ്. പച്ച എടുക്കരുത്, പഴുത്തത് തന്നെ എടുക്കുക. കാരണം പച്ചയിൽ കറ ഉണ്ടായിരിക്കും, അപ്പോൾ അത് ഫേസിൽ തട്ടിയാൽ അത് ഭയങ്കര ദോഷമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പഴുത്തൊരു പഴം നോക്കി എടുക്കുക. എന്നിട്ട് അത് നല്ലതായിട്ട് ഉടച്ചെടുക്കുക. ഇപ്പം ഞാൻ ഇങ്ങനെ ഉടയ്ക്കുമ്പോൾ ഉടയ്ക്കാൻ പറ്റുന്നില്ല, പക്ഷെ നമ്മൾ ഫോർക്ക് ഉപയോഗിക്കില്ലേ, അങ്ങനെ ഉടയ്ക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടുന്നത്. എനിക്ക് ചെറിയൊരു ജലദോഷമുണ്ട്, അപ്പം സൗണ്ടിന് ചെറിയൊരു വേരിയേഷൻസ് വരും. അപ്പം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം നമ്മൾ പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്ന മസൂർ ദാലാണ്. മസൂർ ദാൽ സ്കിൻ ബ്രൈറ്റനിങ്ങിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ മസൂർ ദാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുന്നതാണ് അരിപ്പൊടി. അരിപ്പൊടി നിങ്ങൾക്ക് ചേർക്കാം, അല്ലെങ്കിൽ കോൺഫ്ലവറിൻ്റെ പൊടിയോ, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മസൂർ ദാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും. നമുക്ക് പാക്കറ്റിലൊക്കെ കിട്ടുന്നതാണ് കേട്ടോ, 50 ഗ്രാം അങ്ങനെയൊക്കെ കിട്ടും. സൂപ്പർ മാർക്കറ്റിൽ, ഹൈപ്പർ മാർക്കറ്റിൽ, അങ്ങനെയുള്ള കടകളിലൊക്കെ കിട്ടും. ഇനി നമ്മൾ ചേർക്കുന്നത് ചിയാ സീഡ്സ് ആണ് ചേർക്കുന്നത്. അപ്പോൾ ചിയാ സീഡ്സ് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ് ചിയാ സീഡ്സ്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ വാട്ടർ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സൺ ടാനൊക്കെ ഒരുപാടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് തൈര് വെച്ച്, ഈ വെള്ളത്തിന് പകരം തൈര് വെച്ച് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ല തിക്കായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നൊരു കാര്യം പറയുകയാണ്, ഇതിനൊരു വഴുവഴുപ്പുണ്ട് എന്ന് വെച്ചാൽ ഒരുമാതിരി ഒരു കുഴകുഴായിരിക്കും കേട്ടോ. അത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒഴുകി വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, കുറച്ച് നേരം അധികം ഇത് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഉണങ്ങിയൊന്നും കിട്ടില്ല, കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു 1/4 മണിക്കൂറെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ കുറച്ചെങ്കിലും നമുക്കതൊന്ന് ഉണങ്ങി കിട്ടുള്ളൂ. ഇപ്പം എൻ്റെ ഗൈസ് എല്ലാമേ പോച്ച് ഗൈസ്, എൻ്റെ ഫോണെല്ലാം തറയിൽ വിടുന്നു. ആക്ച്വലി ട്രൈപോഡ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല, ഒരു സ്റ്റൂളിൻ്റെ ഒക്കെ മണ്ടയിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് വീഡിയോ എടുക്കുന്നത്. അപ്പം പെട്ടെന്ന് എന്തോ കാല് കണ്ട തട്ടിയപ്പം എല്ലാം കൂടെ വന്ന് മൂട്ടിൽ വരുന്നു. ഭാഗ്യം ഫോണൊന്നും പൊട്ടിയില്ല. അപ്പം ഞാനിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പകുതി വെച്ചിട്ട് ഇടയ്ക്കൊക്കെ നല്ലതായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇത് നന്നായിട്ട് അങ്ങ് ഉണങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ ഒരു 1/4 മണിക്കൂർ വച്ചിട്ട് പോലും ഇത് ഭയങ്കരമായിട്ട് അങ്ങ് ഉണങ്ങിയിട്ടില്ല. ഒരു വഴുവഴുപ്പുള്ളതുകൊണ്ടാണ്, നിങ്ങളത് കാര്യമാക്കണ്ട. ഒരുപാട് അങ്ങ് ഉണങ്ങേണ്ട ആവശ്യമില്ല. ഒരു 1/4 മണിക്കൂറൊക്കെ വച്ചതിന് ശേഷം ഫേസിൽ നിന്ന് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. വൈകിട്ട് സമയത്ത് അപ്ലൈ ചെയ്യാൻ നോക്കുക. കാരണം സൺടാനൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ പോയിട്ട് വന്നതിന് ശേഷം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ആ സൺടാൻ കൂടെ റിമൂവ് ചെയ്തെടുക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ അപ്ലൈ ചെയ്താൽ മതി. എല്ലാ ദിവസവും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഫേസിൽ ഇത് എന്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സൺസ്ക്രീന്. ഇതിപ്പോൾ നിങ്ങൾ ഏത് പാക്ക് ഉപയോഗിച്ചാലും സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബ്രൈറ്റ്നസ് സ്കിന്നിൽ കിട്ടുന്നില്ല. ഇപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് ഫുൾ വാഷ് ചെയ്ത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് വേണം, അല്ലെങ്കിൽ നമുക്കതൊരു പെർമനൻ്റ് ആയിട്ടുള്ള സ്കിൻ ബ്രൈറ്റനിങ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള രീതിയിൽ സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഫേസ് വാഷും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഉപയോഗിച്ചാൽ മാത്രമേ ആ ഒരു ബ്രൈറ്റ്നസ് നിലനിൽക്കുള്ളൂ. കാരണം ഇപ്പോൾ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ വെയിലടിച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മുടെ സ്കിന്ന് ഡാർക്ക് ആവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിലുപരി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പാക്കാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യണമെങ്കിൽ മാത്രമേ ഇനി വരുന്ന വീഡിയോസൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അതുപോലെ ഈ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം. എങ്കിൽ മാത്രം നമുക്ക് ചാനൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാൻ സഹായിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ ബൈ.